ഞാൻ എല്ലാത്തിനും ഫ്ലെക്സ് ബോർഡ് അടിക്കുന്ന ഒരാളല്ല. ഞാൻ പറയട്ടെ, അതാണ് സത്യം. ലോകത്തിൽ എനിക്ക് ഒരു ഭൂമിയോ ഒരു സ്വത്തോ ഒരു വീടോ എവിടെയും ഇല്ല തിരുവനന്തപുരം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് എൻ്റെ കർമ്മഭൂമി മാത്രമല്ല, എൻ്റെ വീടായി മാറി വന്നൊരു നഗരമാണ്. തിരുവനന്തപുരത്തിൽ ഒരു അന്താരാഷ്ട്രീയ സ്ഥാപനം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് എൻ്റെ 15 വർഷത്തിൻ്റെ സേവനത്തിൻ്റെ എല്ലാ വായിക്കണം. CPM അവർ ദുർഭരണത്തിന് ഇതിന് ശക്തമായി നിന്നിട്ടില്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനൊരു ഭാവിയില്ല. അപ്പം ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട്. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത്, ഞങ്ങളൊരു 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ട് അഴിമതിയിലെന്ന് വിചാരിച്ചുകൊണ്ട് ചിലർ കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ പറഞ്ഞാൽ കൂടി ഇവർ PhD ലെവൽ എത്തിയായിരുന്നു. പലരെങ്കിലും പറഞ്ഞ് BJP പോകുമോ എന്ന്, കാരണം എല്ലാവരും BJP പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നും പോയിക്കൊണ്ടിരിക്കുന്നില്ല. ഞാൻ കൂടുതൽ മോശം വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 1.5 പതിറ്റാണ്ട്, അതായത് 15 വർഷം MP എന്ന നിലയിൽ അങ്ങ് പ്രധാന കാര്യം എന്താണ്? ആദ്യം ഞാൻ വന്നപ്പോൾ 40 വർഷക്കാലം തടസ്സമായിപ്പെട്ട നമ്മളുടെ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഉണ്ടായിരുന്നു. കല്ല് ആൾക്കാരുടെ ഭൂമിയിൽ ഇറക്കി 40 വർഷമായി, പക്ഷേ ഒന്നും കെട്ടിയില്ല. ആൾക്കാരുടെ കണ്ണിൽ നീര് വെച്ച് നേരത്തെ ഒന്ന് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നുവരെങ്കിലും ഈ പാത കെട്ടിത്തരും, അല്ലെങ്കിൽ ഈ കല്ല് മാറ്റിത്തരും. ഞാനാണ് UPA സർക്കാർ ഭരണ സമയത്തിൽ മന്ത്രിമാരെ കണ്ട് നാഷണൽ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇതിനെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിച്ച്, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ സർവേ ഇറക്കിയത് ഇവിടെ പിന്നെ സർവേയർമാരൊക്കെ വേറെ ഡ്യൂട്ടിയിൽ പോയി കണ്ടപ്പോൾ മന്ത്രിയെ വിളിച്ചിട്ട് അവർ സർവേയർമാരെ തിരിച്ചു കൊണ്ടുവന്ന് ഇതെല്ലാം ചെയ്തിട്ട്, അച്യുതാനന്ദ സർക്കാർ ലാൻഡ് ആക്വിസിഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കി. ആദ്യത്തെ ചെക്കുകൾ കൈമാറിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ 2013 ഭൂമി ഏറ്റെടുക്കാൻ സാധിച്ചു. അത് ഒന്നും ആരാ പറയുന്നത്? CPM പറയുന്നത്, BJP പറയുന്നത്. CPM പറയുന്നത് തീരെ സത്യമല്ല. കാരണം അച്യുതാനന്ദ സർക്കാർ ഭൂമി എടുക്കില്ല എന്ന് അവർ ക്യാബിനറ്റ് റെസൊല്യൂഷൻ ലാൻഡ് ആക്വിസിഷൻ ചെയ്യില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വന്ന ശേഷം മാത്രമേ ലാൻഡ് ആക്വിസിഷൻ നടന്നുള്ളൂ. അതുമാത്രമല്ല, പത്രം വായിച്ചോളൂ. ഉമ്മൻചാണ്ടി ചെക്ക് കൊടുക്കുന്നത് എൻ്റെ സാന്നിധ്യത്തിൽ ചെക്ക് ആദ്യത്തെ ആൾക്കാരെ കൊടുത്തിട്ട് ഭൂമി മേടിക്കുന്നതിൻ്റെ തെളിവുണ്ടല്ലോ പത്രത്തിൽ. ഇത് വലിയൊരു വാർത്തയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2014 ജയിക്കാൻ കൂടി സാധിച്ചത് പറയാം ആ ഭാഗത്തൊക്കെ. കാരണം ആൾക്കാർ വിചാരിച്ചത് ഇത്ര കഷ്ടം അനുഭവിച്ച ശേഷം 40 വർഷം താമസിച്ച ശേഷം സംഭവിച്ചില്ലേ പറഞ്ഞ വലിയൊരു വിജയമായി. അതിനെ കെട്ടുമ്പോൾ BJPയുടെ ഭരണമായിരുന്നു. പക്ഷെ അവരെല്ലാം ആരംഭിച്ചത്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി പറയുന്നു, എന്താ ഞങ്ങളുടെ സർക്കാർ ചെയ്താൽ ഇയാൾ ക്രെഡിറ്റ് എടുക്കണം. ഒന്നാം കാര്യം, എൻ്റെ ശ്രമമില്ലാതെ ആരംഭിച്ചിട്ടേ ഉണ്ടാവില്ല, ഭൂമി എടുത്തിട്ടേ ഉണ്ടാവില്ല, സർവേ നടന്നിട്ടേ ഉണ്ടാവില്ല, ആ പ്രോജക്റ്റ് ലാപ്സ് ആവുന്ന മുമ്പായിട്ടുണ്ടാവില്ല. അതിന് തെളിവെന്താണ്? ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലുള്ള റോഡ് തമിഴ്നാട് ബോർഡർ വരെ, കാരോട് വരെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കന്യാകുമാരിക്ക് പോണതിൽ ഒരൊറ്റ ഇഞ്ച് ഇളകിയിട്ടില്ല. BJP ഭരണം അപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അതുമാത്രമല്ല, കന്യാകുമാരി MP 5 വർഷക്കാലം ഒരു BJP മന്ത്രിയായിരുന്നു. ഈ ഒരേ മന്ത്രാലയത്തിൽ, ഹൈവേ മന്ത്രാലയത്തിൽ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ചെയ്യാൻ സാധിക്കാത്തത് ഞാൻ ഇവിടെ ചെയ്തതിന് എനിക്കൊരു ക്രെഡിറ്റ് കിട്ടണമെന്നാണ് ഞാൻ അഭിമാനത്തോട് ചൂണ്ടിക്കാണ്. അതൊന്ന്. രണ്ടാമത്തത്, ഇതേ പറയണ ഒരു വിതരണം സംഭവിച്ചിട്ടില്ല. ഇതേ എങ്ങനെയാണ്? ഞാൻ 2009 ഇവിടെ എത്തുമ്പോൾ നമ്മൾക്ക് ആകെ ഒരു ചെറിയ ഒരു പഴയ എയർപോർട്ട് ശംഖുമുഖത്ത് മാത്രമല്ല, ഒരു ടെർമിനൽ എയർപോർട്ട്. ഇപ്പോൾ ഇദ്ദേഹം ഇറങ്ങുന്നത് എന്താണ്? 2 ടെർമിനലുള്ള ഭയങ്കര സ്പാങ്കിങ് ന്യൂ ഇൻ്റർനാഷണൽ ടെർമിനൽ ഇറങ്ങിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്. വികസനം അവിടുന്ന് നമ്മൾ നോക്കിക്കോളൂ. ഈ തമിഴ്നാട്ടിൽ പോകാനുള്ള റോഡ് ആളുടെ സ്വപ്നത്തിൽ കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പം 4 വരി പാതയാണ്. നമ്മൾ പോയി ആ 4 വരി പാത കയറിയാൽ ടെക്നോ പാർക്ക് കാണാൻ സാധിക്കും. ടെക്നോ പാർക്ക് ആ സമയത്ത് ഒരു 2 വരി പാതയായിരുന്നു. അത് മാത്രമല്ല, ആകെ 17,500 വ്യക്തികൾ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോ പാർക്കായിരുന്നു. ഞാൻ എൻ്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങളും ദേശീയ വ്യക്തിബന്ധങ്ങളും ഉപയോഗിച്ചിട്ട് ഓറക്കിളിനെ കൊണ്ടുവന്ന് ഞാനാണ് വീഡിയോ കോൺഫറൻസ് നടത്തിയിട്ട് അവരെ പെർസ്വേഡ് ചെയ്ത് വരാൻ ഓറക്കിൾ കമ്പനി സ്ഥാപിച്ചു. നിസാനിൽ അത് ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു വലിയൊരു മുൻകൈ എടുക്കേണ്ടി വന്നു. പക്ഷേ എൻ്റെ മുൻകൈയുണ്ട്. ഞാൻ നിസാൻകാരോട് പറഞ്ഞു, ചില തീരുമാനമെടുക്കുന്ന ആൾക്കാർ ഫ്രഞ്ച് ഭാഷ മാതൃഭാഷയാണ്, അവരോട് സംസാരിക്കുന്നത്. പിന്നെ ഫ്രഞ്ചിൽ സംസാരിച്ചിട്ട് തിരുവനന്തപുരത്ത് ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ സ്വാധീനിച്ചിട്ട് അവർ ആ തീരുമാനമെടുത്തു. ഏൺസ്റ്റ് ആൻഡ് യങ് അവർക്ക് ചെറിയ സ്ഥാപനം ഉണ്ടായിരുന്നതിന് അടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ ഞാനും ഉമ്മൻചാണ്ടി കൂടി അവരെ കണ്ടിട്ടാണ് ഞാനാണ് പറഞ്ഞത് അവരോട്, നിങ്ങൾ അടയ്ക്കേണ്ടെന്ന് മാത്രമല്ല, നിങ്ങൾ തുടരൂ, പക്ഷേ നിങ്ങൾ ഇതിനും കൂടി എക്സ്പാൻഡ് ചെയ്യുന്ന ആൾക്ക് വലിയ ഗുണം ചെയ്യും. ഇപ്പോൾ അവരത് ചെയ്ത ശേഷം ഒരു ഫുൾ കെട്ടിടം ഏൺസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ ഒപ്പം ഉണ്ട്. ഞാനാണ് ടെക് മഹീന്ദ്രയുടെ ഒപ്പം, ആനന്ദ് മഹീന്ദ്ര എനിക്ക് ചെറുപ്പത്തിൽ തന്നെ അറിയാം, ടെക് മഹീന്ദ്രയോട് സംസാരിച്ചിട്ട് അവരൊരു ചെറിയ സ്ഥാപനം കൊണ്ടുവന്നിരിക്കുന്നത്.
ഞാനാണ് ടെക്നോപാർക്ക് ഒരൊറ്റ ഫേസ് ഉണ്ടാകുന്ന ആ കാലത്ത് ഞാനാണ് ടോറസ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ അന്താരാഷ്ട്രീയ കമ്പനി ഞാൻ അവരെ ഇവിടെ ക്ഷണിച്ചിട്ട് അവർക്ക് എല്ലാ തിരുവനന്തപുരം കാണിച്ചു കൊടുത്ത് ഇതിനെ ഈ നഗരത്തിന് ഗുണം കുറിച്ച് സംസാരിച്ചിട്ട് ടോറസ് ഡൗൺ ടൗൺ പ്രോജക്റ്റ് ടെക്നോ പാർക്കിന് മൂന്നാമത്തെ ഫേസ് ആയത്. ഇതാണോ വികസനം ഒന്നും സംഭവിച്ചപ്പോൾ 75,000 ആൾക്കാരാണ് പ്രവർത്തിക്കുന്നത്. അതിനൊപ്പം കഴക്കൂട്ടത്ത് രാവിലെയും ഉച്ചയ്ക്കും മാത്രം ഓരോ ട്രെയിൻ നിൽക്കുന്ന സ്ഥിതിയെ മാറ്റിയിട്ടിപ്പോൾ 8 ട്രെയിനുകളാണ് വന്നു പോകുന്നത്. അതെല്ലാം എൻ്റെ സ്വാധീനവും എൻ്റെ ലോബിങ്ങിൻ്റെ കാരണം മാത്രമാണ്. പോട്ടെ, അതും കൂടി കഴിഞ്ഞിട്ടില്ല. ഇനി എന്താ നിങ്ങൾ കാണുന്നത്? തിരുവനന്തപുരത്തിൽ ഒരു അന്താരാഷ്ട്രീയ സ്ഥാപനം ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് UAE വിദേശകാര്യമന്ത്രി എൻ്റെ ഒരു സുഹൃത്തായ കാരണം അദ്ദേഹത്തിനെ കണ്ട് ഹിസ് ഹൈനസ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായദ് അദ്ദേഹമാണ് തീരുമാനമെടുത്തത് തിരുവനന്തപുരത്തിൽ ഒരു UAE കോൺസുലേറ്റ് കൊണ്ടുവരാമെന്ന്. അതിപ്പോൾ അതിന് ഗുണം നമ്മുടെ മലയാളികൾക്ക് കാണാൻ സാധിക്കും. എല്ലാ ദിവസവും മണക്കാട് വരിവരിയായ ആൾക്കാർ നിൽക്കുന്നുണ്ട് വീസയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ ശ്രീലങ്കയിലും ഒരു ഓണററി കോൺസുലേറ്റ് കൊണ്ടുവന്നു. ആ കാലത്ത് ശ്രീലങ്ക കുറച്ച് ബൂമിംഗ് ആയിരുന്നു. ഇപ്പോൾ അവരുടെ അവസ്ഥ അത്ര നന്നല്ല. പക്ഷേ വീണ്ടും അവർ പഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ്. ഇവിടുന്ന് വലിയ ദൂരമില്ലേ പോകാൻ. അതിൻ്റെ ഒപ്പം ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്, നമ്മളുടെ ആരോഗ്യ മേഖലയിൽ ഞാൻ ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവർണിംഗ് ബോഡിയിൽ അംഗമായിട്ടുണ്ട്, MP ആയിട്ട്. അതിൽ ഇപ്പോൾ ഒരു വലിയൊരു പുതിയൊരു കെട്ടിടവും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും വരുന്നുണ്ട്. അതിൽ ഞാനാണ് പിന്നെ 2 മന്ത്രാലയം കണ്ടിട്ട്, ആരോഗ്യ മന്ത്രാലയം സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ഫണ്ട് നൽകിയത്. അതിന് മുമ്പ് എൻ്റെ ആദ്യത്തെ ടേമിൽ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വേണം, അത് മുടങ്ങി കിടക്കുകയായിരുന്നു. ഞാൻ പോയ ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദിനോട് സംസാരിച്ച് അതിനെ റിവൈവ് ചെയ്തിപ്പിച്ചിട്ട് ഞങ്ങളുടെ ആ ടേമിൽ തന്നെ മൻമോഹൻ സിംഗ് വന്നിട്ട് അതിന് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ വേറെ ആർക്കും ക്രെഡിറ്റ് എടുക്കാൻ ആവശ്യമില്ല. ഇതൊക്കെ നമ്മളുടെ തിരുവനന്തപുരത്ത് സംഭവിച്ചതാണ്. ചില കാര്യങ്ങൾ ഞാൻ വാദിച്ചിട്ട് നടന്നില്ല. ഒന്ന്, ഞാൻ ആണ് ആദ്യം തിരുവനന്തപുരത്ത് ഒരു എയിംസ് കൊണ്ടുവരണം പറഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ ഒരു എയിംസ് തന്നിട്ടില്ല. ഞാൻ ആ കാലത്ത് ആയുഷ് മന്ത്രാലയോട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആയുർവേദ വേണം പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി തരുന്ന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ സമ്മതിച്ചു, ഞങ്ങളിത് ചെയ്യാം, ഞങ്ങൾ ഉടനെ ഡൽഹിയിൽ ഇത് ചെയ്യാം. അവർ പോയി ചർച്ച ചെയ്തിട്ട് അവസാനം നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ആയുർവേദ സ്ഥാപിക്കുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എന്ത് ആയുർവേദം എനിക്കറിയില്ല, പക്ഷേ അവിടെയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതാണ് BJPയുടെ കള്ളത്തരങ്ങൾ. ഇപ്പോൾ അവർ സ്ഥാനാർത്ഥി വന്നിട്ട് പല വാഗ്ദാനങ്ങൾ തരുന്നു. പക്ഷേ ഈ 3 കാര്യങ്ങൾ, എയിംസ് ഒന്ന് കേരളത്തിൽ കിട്ടിയിട്ടില്ല, വാഗ്ദാനമായിരുന്നു. നാഷണൽ യൂണിവേഴ്സിറ്റി ആയുർവേദ കേരളത്തിൽ കിട്ടിയിട്ടില്ല, ഗുജറാത്തിന് പോയിട്ട്. മൂന്നാമത്തത്, ഞാൻ ആവശ്യപ്പെട്ട ശേഷം അവരുടെ ബഡ്ജറ്റ് സ്പീച്ചിൽ അവർ പ്രഖ്യാപിച്ചു പാർലമെൻറ്റിൽ ട്രിവാൻഡ്രത്തിൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ഈ പിന്നെ കേൾക്കാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി പഠിക്കാനുള്ള സ്ഥാപനം, അതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ ഡിസബിലിറ്റി സ്റ്റഡീസ് ആക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് അവരെ പോയിട്ട് അവരെ അവസാനത്ത് സ്ഥാപിച്ചത് നോർത്ത് ഈസ്റ്റിലാണ്. ഞാനൊരു ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് എഴുതിയിട്ടുണ്ട് പാർലമെൻ്ററി കമ്മിറ്റി ഓൺ അഷുറൻസസ്. ഇതൊരു ഫോർമൽ ലീഗൽ അഷുറൻസാണ്. ഈ വാക്കിന് പാലിച്ചേ പറ്റൂ. പക്ഷേ ഈ BJP സർക്കാരിനാണ് പ്രശ്നമായി എന്ത് വേണമെങ്കിലും വാഗ്ദാനം കൊടുക്കാൻ തയ്യാറാണ്, അവർ പാലിക്കാൻ തീരെ തയ്യാറാണ്. അപ്പോൾ 3 വാഗ്ദാനങ്ങൾ അവർ കേരളത്തിൽ കൊടുത്തിട്ടുള്ളൂ, 3ഉം പൂർത്തിയാക്കിയിട്ടില്ല. എങ്ങനെ നമ്മൾ BJPക്കാർ തന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ സാധിക്കും മലയാളികൾക്ക് എന്നാണ് എൻ്റെ ചോദ്യം. വളരെ നല്ല ചോദ്യം. ഞാൻ അതിനകത്ത് ഒരു കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് പോലും ഒരു തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി ഞാൻ പോലും പുതിയ കാര്യമായിട്ടാണ് അറിയുന്നത് ഈ പറയുന്ന ടെക്നോ പാർക്കിലെ ഡെവലപ്മെൻറ്റൊക്കെ അങ്ങയുടെ റോളുള്ളത്. പലരും അറിയുന്നില്ല, ഇത് സർക്കാരിൻ്റെയാണ്. ഞാൻ എല്ലാത്തിനും ഫ്ലെക്സ് ബോർഡ് അടിക്കുന്ന ഒരാളല്ല, ഞാൻ പറയട്ടെ, അതാണ് സത്യം. ടെക്നോ പാർക്കിൽ ആ ഓറക്കിളിനെ വിളിച്ചത് എൻ്റെ ബന്ധങ്ങൾ ഉപയോഗിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കോൺടാക്റ്റും കണ്ടുപിടിച്ചിട്ട് എൻ്റെ മാർഗം വഴിക്ക് വീഡിയോ കോൺഫറൻസ് ചെയ്തത് ടെക്നോ പാർക്കിൻ്റെ CEO എൻ്റെ അടുത്ത് നിർത്തി ഞങ്ങൾ ചെയ്തിട്ടാണ് പ്രസൻറ്റേഷൻ നടത്തിയത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കഴിയുമുണ്ടായിരുന്നില്ല. ടെക്നോ പാർക്കിൻ്റെ ആ കാലത്ത് CEO എന്നപ്പോൾ ഇരിക്കേണ്ടി വന്നു. അദ്ദേഹമാണ് ടെക്നോ പാർക്കിൻ്റെ നമ്പർ 1 ഉദ്യോഗസ്ഥൻ. പക്ഷേ എല്ലാ സംസാരവും നടത്തിയത് ഞാൻ മാത്രമായിരുന്നു. അദ്ദേഹം ഒരു വാക്ക് മിണ്ടിയില്ല. ഒറ്റ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ ഉള്ളൂ. എന്തിന് ജനങ്ങൾ അങ്ങേ വീണ്ടും തിരഞ്ഞെടുക്കണമെന്നാണ് അങ്ങ്? ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയാണെന്ന് മാത്രമല്ല, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം ഓരോരോ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടുകാർ അനുഭവിക്കുന്ന എല്ലാ കാര്യവും ഞാൻ അവരൊപ്പം നന്നായിട്ടുണ്ട്. നിന്നെന്ന് പറഞ്ഞാൽ കോവിഡ് സമയത്ത് ആകെ ഒരൊറ്റ MP ആണ്. ആദ്യം 24 മണിക്കൂർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച 24 മണിക്കൂറിൻ്റെ അകത്ത് ഞാൻ ഇവിടെ എൻ്റെ ഉള്ള MP ഫണ്ട് എല്ലാം ചിലവാക്കി PPE പറഞ്ഞാൽ ഗൗൺസും ഗ്ലൗസും ഒക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അകത്ത്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി സർക്കാർ ആശുപത്രിയിൽ എല്ലാം ഇത് എത്തിച്ചു. അതിൻ്റെ ഒപ്പം റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റ്സ് ഞാൻ കണ്ടുപിടിച്ചു. എവിടെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്? പൂനെയിലത്തെ ഒരു സ്ഥലമായിരുന്നു. അവിടുന്ന് അവരോട് സംസാരിച്ച് അവർ ആദ്യത്തെ ബാച്ചിനെ സർക്കാരല്ല അങ്ങ് തന്നെയാണ് ഇത് ചെയ്തത്. അത് പിണറായി വിജയൻ അത് പബ്ലിക്ലി അക്നോളജ് ചെയ്തത്. അതിൻ്റെ വീഡിയോ കാണാം, യൂട്യൂബിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മളുടെ
പിന്നെ MP ചെയ്തൊരു കാര്യമാണ്. അത് ഞാൻ കുറച്ചൊരു ഇതൊന്നും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാത്തവരാണ്. പക്ഷേ ആ ദിവസം തന്നെ, ആ ആഴ്ച തന്നെ 3-4 പത്രത്തിൽ ഹെഡ്ലൈൻ ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച്. ഒരു ഹെഡ്ലൈൻ പറഞ്ഞു, ഒരു MP ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പോലെ ആവണം എന്നാണ് ഒരു ഹെഡ്ലൈൻ പറഞ്ഞത്. അതുപോലെ 1-2 ആൾക്കാർ കോളം എഴുതി പറഞ്ഞു, ഇതൊരു മാതൃക, ഇതുപോലെ നമുക്കൊരു MP ഉണ്ടായിട്ടുണ്ടോ ചോദ്യം. ഇതൊക്കെ 2020 പിന്നെ ഫെബ്രുവരി മാർച്ച് സമയത്തിൽ ഇതെല്ലാം സംഭവിച്ച സമയത്തിൽ വായിച്ച് നോക്കിക്കോളൂ. എനിക്ക് എൻ്റെ രീതി എന്താണ്, പിന്നെ ഇന്ദിരാഗാന്ധി എപ്പോഴും ഉപദേശം കൊടുക്കില്ലായിരിക്കും. 2 വിധത്തിന് ആൾക്കാരുണ്ട് ലോകത്തിൽ. ദോസ് ഹു ഡു ദ വർക്ക് ആൻഡ് ദോസ് ഹു ടേക്ക് ദ ക്രെഡിറ്റ്സ്. അപ്പോൾ അവർ പറയും, നിങ്ങൾ ട്രൈ ടു ബി ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി, അതിൽ തിരക്ക് കുറച്ച് ചുരുങ്ങിയതാണ്. പ്രവർത്തനം ചെയ്തോളൂ, ക്രെഡിറ്റ് എടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ 21-ാം നൂറ്റാണ്ട് നമ്മുടെ ഒരു സ്ഥിതി എന്താണ്? ക്രെഡിറ്റ് എടുക്കാത്തവർ വേറെ വലിയൊരു ക്രെഡിറ്റ് എടുത്ത് ഓടിപ്പോകും. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റാഫിനോട് പറയും, നമ്മൾ ഇതുവരെ ഫ്ലെക്സ് ബോർഡ് ഇറക്കാത്തത് നമ്മളൊരു നല്ല കാര്യമായി കണ്ടു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പാർട്ടിക്കാരനെ പറയുന്നു, നിങ്ങൾ ഇത് ചെയ്തു, നിങ്ങൾ ഫ്ലെക്സ് ബോർഡ് ഇറക്കിയില്ല, നിങ്ങൾ ഇത് ചെയ്തു, ഒരു പോസ്റ്റർ ഇറക്കിയില്ല. ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഈ 15 വർഷക്കാലം എൻ്റെ മുഖം വെച്ചിട്ട് ഈ നഗരത്തെ നശിപ്പിച്ചിട്ടില്ല ഞാൻ പോസ്റ്ററും ഫ്ലെക്സ് ബോർഡും ഇറക്കിയിട്ട്. അത് ചെയ്യായിരുന്നു എന്നൊരു തോന്നൽ ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എന്തായാലും അതിൻ്റെ പകരമാണ് ഞാൻ ഒരു 66 പേജിൻ്റെ ഒരു റിപ്പോർട്ട്, 66 ഇംഗ്ലീഷിൽ 68 ഇതിൽ 66 പേജും കവറും എൻ്റെ 15 വർഷത്തിൻ്റെ സേവനത്തിൻ്റെ എല്ലാ ഡീറ്റെയിലും വായിക്കണം ഞാൻ നിങ്ങളെ അഭ്യർത്ഥിക്കുന്നു. അതിനൊപ്പം ഞാൻ പല വ്യക്തികൾക്കുള്ള വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ, ഒരു പിന്നെ വ്യക്തി വിദേശത്ത് പോകുന്നു, അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് കട്ടുപോകുന്നു, പെട്ടെന്ന് കോൺസുലേറ്റ് ബന്ധപ്പെടാൻ എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് അവർ സഹായം കൊടുത്താൽ സഹായിച്ചു. എനിക്ക് പേഴ്സണൽ അനുഭവം ഉണ്ട്. വലിയൊരു പിന്നെ മരിച്ചു പോകുമ്പോൾ അവർ ഇദ്ദേഹം കൊണ്ടുവരാനുള്ള ഫോർമാലിറ്റീസൊക്കെ സഹായിക്കാൻ ഓരോരോ വിഷയത്തിൽ ഞാൻ ആൾക്കാരൊപ്പം നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും സാധാരണ എല്ലാ MP ചെയ്യണ പോലെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ജോലി ഇൻ്റർവ്യൂ, പിന്നെ ബാങ്കിൽ സംസാരിച്ചൊന്ന് പലിശ താത്തി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് എല്ലാം ഒന്നാം കാര്യം എൻ്റെ ജോലി ഡൽഹിയിലാണെന്ന് ചിലർ മറക്കും. അതുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ഓഫീസ് സ്ഥാപിച്ചിരിക്കുന്നത്. ഓഫീസിൽ 7 പേരുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം ശ്രമിച്ചിട്ട് അയാളുടെ നമ്പർ കിട്ടിയില്ല എന്ന് പറയുന്നത് ഫെയർ അല്ല. കാരണം വേറെ 6 പേരുണ്ട്, വേറെ അല്ലെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ട് സംസാരിക്കാം. സർക്കാരും കൂടി എല്ലാ MP-ക്കും ഒരു ഉദ്യോഗസ്ഥൻ തരുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരെ കണ്ടു ചോദിച്ചാൽ മതി എന്താ ചെയ്യേണ്ടതെന്ന്. ഞങ്ങൾ എത്ര ആൾക്കാർക്കാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിൻ്റെ ആസ്പത്രി സഹായം കിട്ടിയിരിക്കണം, എത്ര ആൾക്കാർക്കാണ് നമ്മൾ വേറെ വല്ല മാർഗ്ഗമില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേര് സ്ഥാപിച്ച ഒരു ചെറിയ ഒരു പ്രൈവറ്റ് ഫണ്ട്, ഞാൻ ആരുടെയും പണം പിരിക്കാതെ ഞാൻ തന്നെ കൊടുക്കുന്ന പൈസയിൽ ചെറിയ ചെറിയ തുകകൾ ആൾക്കാർക്ക് കൊടുക്കും, ചന്ദ്രൻ തരൂർ ഫൗണ്ടേഷൻ. അപ്പോൾ ഇതെല്ലാം ഞാൻ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യല്ല, അത് വെറും ഒരു സാമൂഹിക സേവനമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്തിനാണ്, നമുക്ക് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി എപ്പോഴും നിന്നിട്ടുണ്ട്. ഈ വലിയ വിഷയങ്ങളും ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിനൊപ്പം രാഷ്ട്രീയ നിലപാട് നമ്മൾ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം ഡൽഹിയിൽ കേൾപ്പിക്കുക എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്വം ഞാൻ സീരിയസ് ആയി എടുത്തിട്ടുണ്ട്. അത് പാർലമെൻ്റ് അകത്തും ദേശീയ അന്താരാഷ്ട്രീയ വേദികളിൽ ഞാൻ സംസാരിച്ചത്. അത് എനിക്കെന്നെ ചൂണ്ടിക്കാണിക്കാൻ ആവശ്യമില്ല, ആർക്കും യൂട്യൂബിൽ കയറി കാണാം എൻ്റെ പ്രഭാഷണങ്ങളും എൻ്റെ വിശ്വാസങ്ങളും എൻ്റെ മൂല്യങ്ങളും. അപ്പോൾ എനിക്ക് ഒരു നാണക്കേടില്ലാതെ ഞങ്ങളോട് പറയാൻ സാധിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രതിനിധി ഉണ്ടായിട്ടില്ലേ, നിങ്ങൾ വല്ലവരെയും പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്നാണെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാർ അവരുടെ ശശി തരൂരിൻ്റെ സ്ഥലമല്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങളുടെ MP-ക്ക്. അപ്പോൾ അതിനെതിരെ നിർത്തേണ്ടത് നിങ്ങൾക്ക് വീണ്ടും തുടരണ്ടേ. ഈ കേരളത്തിലെ മറ്റവസ്ഥ എങ്ങനെ കാണുന്നത്? അതായത് ഇപ്പോൾ 19 ഇടത്താണ് കഴിഞ്ഞ തവണ UDF ജയിച്ചത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു? നോക്കൂ, എൻ്റെ അഭിപ്രായത്തിൽ ഈ സർക്കാരിനെ മാറ്റണം കേരളത്തിൽ, ഒരു സംശയമില്ല. ഞാൻ 24-ൽ ലോക്സഭയ്ക്കാണ് മത്സരിക്കുന്നത്. അത് ഒരു നാഷണൽ ഡ്യൂട്ടി ആയിട്ട് ഞാൻ കാണുന്നു. എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു കടമയാണ്. ഞങ്ങൾ എല്ലാവരും നിങ്ങൾ നോക്കിക്കോളൂ, ഒരാൾ ഒഴിച്ചിട്ട് അത് വേറെ ചില സാഹചര്യം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും വീണ്ടും മത്സരിക്കുന്നുണ്ട്. പലവർക്കും കേരളത്തിൽ ഇരിക്കാൻ തന്നെ ആഗ്രഹമായിരുന്നു. പക്ഷേ അവർ മനസ്സിലായി ഈ തവണ നമുക്ക് BJP സർക്കാരിനെ മാറ്റാനാണ്, നിങ്ങൾ നമ്മുടെ ബെസ്റ്റ് സ്ഥാനാർത്ഥികളെ, മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ ഇവിടെ നടത്തിപ്പിക്കണം. പക്ഷേ അതിൻ്റെ ഒപ്പം പലവരും ആഗ്രഹമാണ് 26-ൽ നമ്മൾ CPM-ഉം അവർ ദുർഭരണത്തിൻ്റെ എതിരെ ശക്തമായി നിന്നിട്ടില്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനൊരു ഭാവിയില്ല. ഞാൻ കാണുന്നത് കടത്തിൽ മുങ്ങിയ ഒരു സംസ്ഥാനം. നിങ്ങൾക്കറിയാം, ശമ്പളങ്ങളും പെൻഷൻസും പലിശയും മാത്രം വികസനത്തിൻ്റെ ബഡ്ജറ്റിനെക്കാട് കൂടുതലാണ്. അതിനർത്ഥം നമ്മൾ ഈ സർക്കാരിൻ്റെ കഴിവില്ലായ്ക്ക് വേണ്ടി ബാങ്കുകാർക്ക് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന് വികസനത്തിന് വേണ്ടി പൈസയില്ല. അവരുടെ കാർഡേഴ്സിന് വേണ്ടി കാശ് കൊടുക്കാൻ വേണ്ടിയുള്ള ചില പദ്ധതികൾ നടത്താൻ ഒഴിവ് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്താ അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ശരിക്കും ചോദിക്കാനുള്ള കാര്യമാണ്. ഞാൻ
കൂടുതൽ മോശമാക്കി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാനൊരു മലയാളിയായിട്ടും കുറേ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമാണ് താല്പര്യം എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ജനങ്ങൾ എന്നോടൊന്ന് പറയണത്, നിങ്ങൾക്ക് ഇനി കേരളത്തിനെ ഒഴിവാക്കാൻ സാധിക്കില്ല, ഇവിടെ ഈ വെല്ലുവിളിയെ നേരിടാൻ നിങ്ങളെപ്പോലെ ആൾ വേണം. അപ്പം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും 24 ജയിക്കട്ടെ, നമ്മൾ പാർലമെൻറ്റിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. അതിൻ്റെ ഒപ്പം കേരളത്തിലിറങ്ങി ജനങ്ങളെ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടുത്തി നല്ല വികസനം കൊണ്ടുവരാനുള്ള ആവശ്യത്തിന് വേണ്ടി ഇറങ്ങണം. ഇതിൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ BJP സ്ഥാനാർത്ഥി പറയുന്ന 1-2 കാര്യങ്ങൾ യോജിപ്പിക്കുന്നത്. ഈ സർക്കാരിന് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാമെന്ന് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയായ ശരി, IT മേഖലയായ ശരി, ഹോസ്പിറ്റാലിറ്റി ആയ ശരി, വെൽനസ് ആരോഗ്യ മേഖലയിൽ ഈ വെൽനസ് പദ്ധതികളായ ശരി, പരിസ്ഥിതിയിൽ ബന്ധപ്പെട്ട എക്കോളജിക്കൽ ടൂറിസം, ഇതെല്ലാം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വെറും ഒരു മുദ്രാവാക്യമല്ല. സിംഗപ്പൂരിൽ അമേരിക്കയിൽ 3 ദിവസമേ വേണ്ട ഒരു പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ. ഇന്ത്യയിലത്തെ ആവറേജ് 114 ദിനമാണ്, കേരളത്തിൻ്റെ 236 ദിനം. എന്നാലും തുടങ്ങാൻ പറ്റത്തില്ല. ഇന്നാള് ഞാൻ പേര് പറയുന്നതിൽ ഞാനൊരു ആസ്പത്രി ഉദ്ഘാടനം ചെയ്തു. അവർ പറഞ്ഞു ആസ്പത്രി കെട്ടാൻ ഞങ്ങൾക്ക് 1.5 വർഷം എടുത്തു, പെർമിഷൻ കിട്ടാൻ 4 വർഷം. ഇതാണ് സംഗതി. അപ്പോൾ ഇത് അർത്ഥമില്ലാത്തൊരു പെരുമാറ്റമാണ്. എന്തിനാണ് ഇത്ര പ്രോസസ്സ്, എന്തിനാണ് ഇത്ര റെഗുലേഷൻ, എന്തിനാണ് ഇത്ര ഉദ്യോഗസ്ഥന്മാർ തടസ്സപ്പെടുന്നത്? ഇതെല്ലാം മാറ്റിയിട്ടില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ തൊഴിലുണ്ടാവില്ല. തൊഴിലില്ലെങ്കിൽ നമ്മൾ യുവാക്കളൊക്കെ സ്ഥലം വിട്ടിട്ട് പോകും. നമുക്കറിയാമല്ലോ, ഭാരതത്തിൻ്റെ 25 വയസ്സ് താഴെയുള്ളവർ 50.1% ഭാരതം മുഴുവൻ. കേരളത്തിൽ എന്താണെന്ന് അറിയോ? 23%. കാരണം ചിലവർ ജനിച്ചിട്ടേ ഇല്ല. അത് നമ്മുടെ കേരളത്തിൽ വേറൊരു പ്രത്യേകത, നമ്മുടെ പോപ്പുലേഷൻ ചുരുങ്ങി വരുന്നു. 2021 അഥവാ സെൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടാകും കേരളത്തിൻ്റെ പോപ്പുലേഷൻ 2011 ശേഷം ചുരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാവരും സ്ഥലം വിട്ടിട്ട് പോയിരിക്കുകയാണ്, വേറെ സംസ്ഥാനത്ത് പോയിരിക്കണം, വിദേശത്തിൽ പോയിരിക്കണം. അപ്പോൾ ഇതിനെ നമ്മൾക്ക് എന്തായാലും തടസ്സപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാലൻറ്റ് നമ്മൾ തന്നെ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവസരങ്ങൾ വേണം. ആ അവസരങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സംസ്ഥാനമായിട്ടാണ് നമ്മൾ ഈ ലെഫ്റ്റ് സർക്കാർ 7 വർഷക്കാലം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കൊടുത്തൊരു ചോദിച്ചോട്ടെ, ഈ സെൻസസ് നടത്താതിരിക്കുന്നത് എന്തുകൊണ്ട്, വൈകിപ്പിക്കുന്നത് നടത്താതിരിക്കുന്നത്? അത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ്. എനിക്ക് തോന്നുന്നത് 21 കൂടി അവർക്ക് ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവർ ചെയ്തില്ല, പോട്ടെ. അതിൻ്റെ സെക്കൻഡ് വേവ് വന്നപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞു നന്നായി ചെയ്തില്ല. പക്ഷേ 22 ഒരു തടസ്സം ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും 23 ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. 24 തെരഞ്ഞെടുപ്പ് പറഞ്ഞ് അവർ ചെയ്തില്ല. ഇനി 25 ആദ്യത്തെ സാധ്യത. അവർ എന്തിനാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് എന്തോ എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനെക്കുറിച്ചൊരു സംശയം പറയുമ്പോൾ ആൾക്കാർ പറയണം അയ്യോ ഇത് ദേശദ്രോഹിയാണെന്നൊക്കെ. പക്ഷേ ഇത് സത്യമാണ്. അവർക്കറിയാം നമ്മളുടെ ഇന്ദിരാഗാന്ധി 76 പാസ്സാക്കിയതും വാജ്പേയി 2001 റിന്യൂ ചെയ്തപ്പോൾ 92nd അമെൻമെൻറ്റ് പറയും. അതിൽ നമ്മളുടെ എല്ലാ പാർലമെൻ്ററി മണ്ഡലങ്ങൾ 71 സെൻസസ് പ്രകാരം ഫ്രീസ് ചെയ്തേക്കുക. അങ്ങനെയാണ് കേരളത്തിൽ 20 സീറ്റും UP 80 സീറ്റും. നേരെ മറിച്ച് വെറും പോപ്പുലേഷൻ മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ 20 സീറ്റുണ്ടെങ്കിൽ UP 120 ആവാൻ കൂടി സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എൻ്റെ ഒരു സംശയം, ഈ സർക്കാരിൻ്റെ ഉദ്ദേശമാണ് അവർ കുറച്ച് താമസിച്ച് സെൻസസ് ചെയ്താൽ ആ സെൻസസ് പ്രകാരം അവർക്ക് ശക്തമുള്ള ഹിന്ദി സംസാരിക്കുന്ന പ്രദേശങ്ങളിൽ അവർ സീറ്റുകൾ കൂടിയ സീറ്റുകളോട് അവർക്ക് 2/3 മെജോറിറ്റി ഒരു പെർമനൻ്റായിട്ട് വെക്കാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഭരണമാറ്റമേ ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ അപകടമൊക്കെ കണ്ടിട്ടാണ് ഞാനും പറയുന്നത്, ഒരു മലയാളിയായിട്ട് ഇതിനെ നമ്മൾ തടസ്സപ്പെടുന്നത്. ഞാൻ നോർത്ത് സൗത്ത് വിവാദത്തിൻ്റെ ആളല്ല. ഞാൻ ജനിച്ചത് വിദേശത്തിൽ, വളർന്നത് ബോംബെയിലും, ഹൈസ്കൂൾ കൽക്കട്ടയിലും, കോളേജ് ഡൽഹിയിലും. ഞാൻ ഒരു ഇന്ത്യനാണ്, ഒരു ഭാരതീയനാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു മലയാളിയുമാണ്. ഞാൻ എപ്പോഴും വടക്കൻ ഭാഗത്ത് ആൾക്കാർ പറയുന്നത്, നിങ്ങൾ കേരളത്തെ പോലെ കൂടുതലായാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും, ഞങ്ങളെപ്പോലെ ജീവിക്കാൻ നിങ്ങൾ പഠിപ്പിക്കും, ഞങ്ങളെ നിങ്ങളെപ്പോലെ ആക്കാൻ ശ്രമിക്കരുതെന്നാണ് ഞാൻ അവരോട് പറയുക. പക്ഷേ ഈ സ്ഥിതിയിൽ നിങ്ങൾ വിചാരിക്കൂ എന്ത് പറ്റുമെന്ന്. ഇത് ഹിന്ദുസ്ഥാൻ മുദ്രാവാക്യം വിളിക്കുന്ന BJPക്കാർക്ക് കുറച്ച് വൈകി സെൻസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ എണ്ണം കൂടുതലാക്കി, ഒന്നുമല്ലെങ്കിൽ എല്ലാ സീറ്റുകളും കൂടും. നമ്മൾ 20 തന്നെ ഇരിക്കും. പക്ഷേ അവിടെ 120, 150 പറഞ്ഞാൽ ഭയങ്കര എണ്ണമായിട്ട് ഒരു 750-800 സീറ്റിൻ്റെ പാർലമെൻറ്റ് കൊണ്ടുവരും. അത് ശരിക്ക് ചൈനയുടെ പീപ്പിൾസ് കൺസൾട്ടേറ്റീവ് അസംബ്ലി പോലെയാകും. ഒരു ശരിക്കുള്ള ചർച്ചയും ഉണ്ടാവില്ല. വലിയ നേതാവിനെ സംസാരിക്കും, ബാക്കി എല്ലാവരും ഡെസ്കിനെ മാറിയിട്ട് ജി ഹസൂർ എന്ന് പറയും. അതായിരിക്കും നമ്മളുടെ ഭാവി ഇങ്ങനെ അവർ ചെയ്താൽ. അല്ലെങ്കിൽ അവർ പാർലമെൻറ്റിന് ഈ നമ്പർ തന്നെ നിർത്തുകയാണെങ്കിൽ നമ്മളുടെ സീറ്റ് കുറയും, 20 പോയിട്ട് 14 ആകും. ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്
കേരളത്തിനെ കുറിച്ച് മാത്രം തമിഴ്നാട്ടിലതൊക്കെ വലിയൊരു ചിന്തയുള്ളൊരു വിഷയമാണ്. ബാക്കി പിന്നെ ദക്ഷിണ ഭാരതത്തിൻ്റെ ആൾക്കാരും വിചാരിക്കുക എന്താണ്, നമ്മൾക്ക് അറ്റ്ലീസ്റ്റ് ഇതുവരെ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ട്, ചില തീരുമാനങ്ങൾ എടുക്കാൻ നമ്മുടെ അഭിപ്രായം ആൾക്കാർക്ക് കേൾക്കേണ്ടി വരും. ഇനി അതിൻ്റെ ആവശ്യം വരാതിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഭാരതത്തിൻ്റെ സ്ഥിതി? ഇതെല്ലാം ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളുള്ള കാലത്തും കൂടിയാണ് ഞാൻ പാർലമെൻറ്റിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം 2025 ഈ 92nd അമെൻമെൻറ്റ് ലാപ്സാണ്, 26 ആക്ച്വലി ടെക്നിക്കലി. അപ്പോൾ 26 അവരെന്ത് തീരുമാനം കൊണ്ടുവന്നാലും അതിനു വേണ്ടി സംസാരിക്കാനും പാർലമെൻറ്റിൽ ആവശ്യമുള്ളപ്പോൾ പിന്നെ നമുക്ക് അതിന് പ്രതിഷേധം ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി നിൽക്കാൻ പാർലമെൻറ്റിനകത്ത് നമ്മുടെ സ്വരം കേൾക്കാൻ വേണ്ടി ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, എൻ്റെ വിചാരമാണ് ഭാരതം എല്ലാ വിധത്തിലും ഒരു ബഹുസ്വരത ഭാരതം മാത്രമായിട്ടേ പഴയ്ക്കുള്ളൂ. നമ്മൾക്കൊരു ഒരു ഭാഷ, ഒരു മതം, ഒരു നേതാവ്, ഒരു പാർട്ടി, ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു വിശ്വാസം, അതിനെ ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെ നമ്മൾ തടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അറിയപ്പെടുന്ന, നമ്മൾ സ്നേഹിച്ച് വളർന്ന ഭാരതം ഉണ്ടാവില്ല. ഈ 2029 ഇവർ ഒറ്റ തെരഞ്ഞെടുപ്പാക്കാനുള്ള നീക്കം എന്ന് പറയുന്നത് എല്ലാം കൂടെ അതിൽ രാംനാഥ് കോവിന്ദ് ഇറക്കിയ ഒരു റിപ്പോർട്ടിൻ്റെ പത്രത്തിൽ വന്ന ലീക്കുകൾ ഇതാണ് കാണിക്കുന്നത്. ഒരൊറ്റ ഇലക്ഷൻ അത് അപകടമാണെന്നാണ് പറഞ്ഞത്. ഒരു എല്ലായിടത്തും ഒരുമിച്ച് നോക്കൂ, കുറച്ചൊക്കെ പൈസ ലാഭിക്കാൻ വേണ്ടി അപകടമല്ലാന്ന് വിചാരിച്ചോളൂ. പക്ഷേ അതിൻ്റെ ഒപ്പം എന്ത് പറ്റും? നമ്മൾ വിചാരിച്ചോളൂ കേരളത്തിൽ ഒരു മൈനോറിറ്റി ഗവൺമെൻറ് വന്നു, നല്ല തർക്കമുണ്ടായി, അത് വീണു, എന്ത് പറ്റും? അവർ പ്രസിഡൻസികൾ കൊണ്ടുവരേണ്ടി വരില്ലേ? കാരണം അടുത്ത ഇലക്ഷന് ഡേറ്റ് മുമ്പേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷം കാത്തിരിക്കുന്ന, ഒരു വർഷം നിങ്ങൾ സർക്കാർ വീണ് കഴിഞ്ഞാൽ 4 വർഷം അവർ ഭരിക്കും ഡൽഹിയിൽ നിന്ന്. അതാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് അവർ അഭിപ്രായം കേൾപ്പിക്കാൻ പിന്നെ ആരുണ്ടാവും? ഡൽഹിയിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ ഒന്നും നടക്കില്ലേ, ഗവർണറിൽ നടത്താൻ പോണത്. ഇത് കേരളം മാത്രമല്ല, ഏത് സംസ്ഥാനത്തും സംഭവിക്കാം. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് നല്ല ഭയമുണ്ട്. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർഫിഷ്യൽ ലോജിക് ഉണ്ടായത്. എന്താണ്? ശരി, നമുക്ക് പിന്നെ എല്ലാവർക്കും ഒരു ഡിസ്ട്രാക്ഷനാണ്, എല്ലാ 6 മാസവും വലിയൊരു തിരഞ്ഞെടുപ്പ് നടക്കണം, അത് വേണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിലാവും. പക്ഷേ നമ്മൾ ശരിക്കും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു സർക്കാരിന് മെജോറിറ്റി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് മാത്രമല്ല, കേന്ദ്രത്തിലും സർക്കാരിന് മെജോറിറ്റി പോകാമല്ലോ. നമുക്ക് ഓർമ്മയില്ലേ, 1.5 വർഷത്തിൻ്റെ പാർലമെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, 1 വർഷത്തിൻ്റെ 10 മാസത്തിൻ്റെ സർക്കാർ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി മാറിയിട്ട് 10 മാസം കഴിഞ്ഞിട്ട് ദേവഗൗഡ ഗുജറാത്ത് 13 ദിവസത്തിൽ വാജ്പേയി വീണിട്ടുണ്ട് 96. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ? നമ്മൾ ഒരു ഇലക്ഷൻ മാത്രമേ 5 വർഷത്തിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരത്തിൽ എന്താ പറ്റാൻ പോണത്? നമ്മൾ ശരിക്കും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് വരെ മാറില്ലേ? ശരിക്കും എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഗവർണറും രാഷ്ട്രപതിയും മാത്രം നയിക്കുന്ന ഒരു രാജ്യമായി മാറില്ല. അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യ വിശ്വാസികൾ പറയാൻ പോകുന്നത്. ഇലക്ടറൽ ബോണ്ട് സത്യത്തിൽ കോൺഗ്രസും അതിൽ പങ്കാളികളായി. അല്ല, ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ എല്ലാവർക്കും അത് മാർഗമുണ്ടാകും. എനിക്ക് തന്നെ 1-2 ആൾക്കാർ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ പാർട്ടി ഹെഡ് ക്വാർട്ടേഴ്സ് കൊണ്ട് കൊടുത്തു. പാർട്ടിക്ക് മാത്രമേ കിട്ടാൻ പാടുള്ളൂ, വ്യക്തികൾക്ക് കിട്ടാൻ പാടില്ല. അപ്പോൾ കിട്ടിയതിന് ഞാൻ കൊടുത്തു അവർക്ക്. അതെന്താ ചെയ്യും? ഇതായിരുന്നു നിയമം. ഇപ്പം നിയമവിരുദ്ധമാണ്, ഭരണഘടന ലംഘനമാണ് പറഞ്ഞിട്ട് സുപ്രീം കോടതി പറഞ്ഞ ശേഷം ഞങ്ങൾ സുഖമായി മാറി നിന്നു. ഞങ്ങൾക്ക് ആ രീതിയല്ല ഇഷ്ടപ്പെട്ടത്. കാരണം ഞങ്ങൾ കാണുന്നത് എന്താണെന്ന്, CBI IT ED റെയ്ഡ് നടക്കുന്നു, അടുത്ത ആഴ്ച ഇലക്ട്രൽ ബോണ്ട് മേടിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്നു, 2 ആഴ്ച കഴിഞ്ഞിട്ട് വലിയ പിന്നെ കോൺട്രാക്റ്റ് കിട്ടുന്നു. ഇതൊക്കെ പിന്നെ ശരിക്കും ട്രാൻസ്പെറൻറ്റ് ഗവർണൻസ് ആണോ അതോ ശരിക്കും കറപ്ഷനാണോ? ഞാൻ നിങ്ങളോട് നേരിട്ട് ചോദിക്കുകയാണ്. ആദ്യത്തെ ഉദാഹരണം എക്സ്റ്റോഷൻ എന്ന് പറയാം. മാഫിയ വന്നിട്ട് പറയണു, നിങ്ങൾ കാശ് നിങ്ങൾ അടിക്കും, നിങ്ങൾ കാശ് തരുന്നില്ല, നിങ്ങൾ അടിക്കുന്നു, അടുത്ത ആഴ്ച നിങ്ങൾ കാശ് തരുന്നു, അത് എക്സ്റ്റോഷൻ. മറ്റേതെന്താണ്? നിങ്ങൾ കാശ് തരുന്നു, നിങ്ങൾ നല്ല കോൺട്രാക്ട് കിട്ടുന്നു, നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കുന്ന കോൺട്രാക്ട്, അത് ബ്രൈബറി. ഇത് രണ്ടും മോശമല്ലേ നമ്മുടെ രാജ്യത്ത്? ഇതാ ഒരു കാലത്തിൽ നിങ്ങളെ പിന്നെ ഞാനും കഴിക്കില്ല, നിങ്ങളെ വേറെ ആരെയും കഴിക്കാൻ സമ്മതിക്കില്ല, നാ ഖാവുങ്ക നാ ഖാനേ ദൂങ്ക എന്ന് പറഞ്ഞ സർക്കാരാണ് അല്ലേ? എന്ത് പറ്റി? കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മാപ്പുസാക്ഷിയായ ആൾ, ആ ഫാർമക്കാരൻ, ഒരു ഗൗഡ, അയാൾ ഇലക്ട്രൽ ബോണ്ട് മേടിച്ചോടുകൂടി ആണ് മാപ്പുസാക്ഷിയായി. ഇത് വേറൊരു കേസുണ്ടല്ലോ, ഈ ഡൽഹി കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേസിൽ ഒരാൾ അപ്രൂവറായി മാറി. അതിൻ്റെ അർത്ഥം അദ്ദേഹം എതിര് കേസുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഇപ്പോൾ ടിക്കറ്റ് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കണം നമ്മുടെ രാഷ്ട്രീയത്തെ. രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥ എത്ര മോശമായി മാറി. കോൺഗ്രസിന് പല കഴിവുകളും പിന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു, ചിലവർ അഴിമതിയും കൂടി പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ഏത് കോൺഗ്രസ് ഭരണം ചെയ്തിട്ടില്ല. ഇത് ഒരു ശരിക്ക് ഞങ്ങളൊരു 10ാം ക്ലാസ് പാസ്സായിട്ട് അഴിമതിയിലെന്ന് വിചാരിച്ചോളൂ ചിലവർ കോൺഗ്രസ് പാർട്ടിയിൽ. അങ്ങനെ പറഞ്ഞാൽ കൂടി ഇവർ PhD ലെവൽ എത്തിയ അഴിമതി. ഇവർ കണ്ടുപിടിക്കുന്ന രീതികളൊക്കെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് കാണുന്നത്. ആരോ ഇന്നൊരു ആർട്ടിക്കിൾ ഇറക്കിയതാണ്,
എൻ്റെ വീട്ടിൽ വാഷിംഗ് മെഷീൻ നടക്കുന്നില്ല, ഞാൻ BJPയോട് ചോദിച്ചാൽ അവർ എനിക്കും തരുമെന്ന്. കാരണം ഇപ്പോൾ വാഷിംഗ് മെഷീനാണ്, ഏത് കള്ളന്മാർ വന്ന് കയറിയാലും BJP അവരെ എതിരുള്ള കേസൊക്കെ അടയ്ക്കും. BJP ഇവർ പ്രതിപക്ഷത്തായിരിക്കും ഇവരെതിരെ കേസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ കാലുമാറി BJP ആയവിടുന്ന് കേസേ പോയി. മറ്റേ ഇത് 10-20 ഉദാഹരണങ്ങളുണ്ട്, ഞാൻ ആരെയും പേരെടുക്കുന്നത് എടുത്ത് പറയുന്നില്ല. നമ്മൾ അവസാനം എനിക്ക് ആ തിരക്കാന്നറിയാം, അവസാനത്തിലേക്ക് പോവുകയാണ്. 1-2 ചോദ്യം. അങ്ങ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അങ്ങേക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല, അങ്ങ് വളരെ ഒരു ഇൻ്റർനാഷണൽ ഇതായിട്ട് നിൽക്കും. ഈ ഒരു 1.5 പതിറ്റാണ്ട് ഈ രാഷ്ട്രീയം അങ്ങ് എന്ത് ഫീൽ ചെയ്ത് മാറ്റം ഈ അങ്ങ് ഉദ്ദേശിച്ച പോലെയാണോ അവിടെ എത്തപ്പെട്ടത്? അല്ലല്ല, ഈ തീരെ ഉദ്ദേശിച്ച പോലെ ഞാൻ കുറേ പഠിച്ചു. അതിൻ്റെ അർത്ഥം ആദ്യത്തെ 1-2 അഗ്നിപരീക്ഷ അനുഭവിച്ച ശേഷം ഒന്നുവരെങ്കിലും ഓടിപ്പോകാനൊരു സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇരുന്ന് ഇതിനു വേണ്ടി ധൈര്യത്തോടെ ഒരു ഇതിൽ ഇറങ്ങണത് ആയിരുന്നു എൻ്റെ വെല്ലുവിളി. ഞാൻ തീരുമാനിച്ചു അങ്ങനെ തന്നെ ചെയ്യുമെന്ന്. 2014 തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു നോക്കിയിട്ടില്ല. എല്ലാ വിധത്തിലും എല്ലാ രാഷ്ട്രീയ വിഷയത്തിലും, ദേശീയ രാഷ്ട്രീയത്തിലും പാർട്ടിയുടെ അകത്തുള്ള, നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മത്സരം പാർട്ടി അധ്യക്ഷനാവാൻ, അതുപോലെ തന്നെ ഓരോരോ വേദികളിൽ ബ്രിട്ടനിൽ പോയിട്ട് അവരുടെ സാമ്രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന മുതൽ കേരളത്തിൽ വന്നിട്ട് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിലത്തെ ഭാവിയെക്കുറിച്ച് യുവാക്കളോട് മാരാമൺ കൺവെൻഷനിൽ പോയിട്ട് അവിടുത്തെ യുവാക്കളോട് സംസാരിക്കുന്നത്, ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഞാനൊരു സീസൺഡ് പൊളിറ്റീഷ്യനായി എന്ന് പറയില്ല. പക്ഷെ എന്നാലും ഞാൻ നല്ലോണം രാഷ്ട്രീയ വിഷയങ്ങൾ ഭാഗമായി എന്ന് മാത്രമല്ല, എനിക്കൊരു പാഷനുണ്ട്, ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു കമ്മിറ്റ്മെൻറ്റുമുണ്ട്. ഞാൻ ലോകത്തിൽ എനിക്ക് ഒരു ഭൂമിയോ ഒരു സ്വത്തോ ഒരു വീടോ എവിടെയും ഇല്ല തിരുവനന്തപുരം ഒഴിച്ചിട്ട്. അപ്പോൾ ഇത് എൻ്റെ കർമ്മഭൂമി മാത്രമല്ല, എൻ്റെ വീടായി മാറി വന്നൊരു നഗരമാണ്. ഞാൻ ഒരു ദിവസം രാഷ്ട്രീയം വിടുന്ന ഒരു സംശയമില്ല. ഞാൻ മരിക്കുന്നവരെ രാഷ്ട്രീയം ചെയ്യാൻ പോകുന്ന ഒരാളല്ല. പക്ഷെ മാറി നിൽക്കുന്ന കൂടി ഇവർ തന്നെ ആയിരിക്കും. ഇതാണ് എൻ്റെ സ്ഥലം. അത് എൻ്റെ എതിരാളികൾക്ക് പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാൾക്കും വേറെ സ്ഥലങ്ങളുണ്ടാകും, എനിക്ക് വേറെ ഇല്ല. ഞാൻ വിദേശത്തിലായിരുന്നു. ഇന്ത്യയിൽ തിരിച്ചു വന്ന ശേഷം എനിക്കൊരു വീടുമുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ ഫ്ലാറ്റ് വാങ്ങിയത് ഇവിടെയാണ്. ഇപ്പോൾ വീട് കെട്ടാൻ തീരുമാനിച്ചത് ഇവിടെ തന്നെയാണ്. എൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുവന്നിട്ട് എൻ്റെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. എപ്പോൾ ഞാൻ ഡൽഹിയിൽ പാർലമെൻറ്റ് പോകും, അമ്മ എൻ്റെ ഒപ്പം അവിടെയാണ്. അങ്ങനെ അമ്മ അങ്ങോട്ട് വരും? അമ്മ എൻ്റെ ഒപ്പം താമസിക്കുന്നു ഡൽഹിയിൽ. അതാണ് കുറച്ചുകൂടി വലിയ വീട്, സർക്കാർ വീടൊക്കെ. ഇവിടെ ഒരു നല്ല വീട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അമ്മ ഇവിടെ തന്നെ താമസിക്കാൻ. ഒരു കാര്യം കൂടെ, ഈ അങ്ങ് ഒരു രാഷ്ട്രീയക്കാരനെ ആയിരുന്നില്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നു, കോൺഗ്രസ് തിരഞ്ഞെടുത്തു. പിന്നീട് കോൺഗ്രസ് അങ്ങ് അധികാരത്തിൽ നിന്ന് നിഷ്കാസിതമായി. വേണ്ടായിരുന്നു എന്ന് തോന്നിയോ? BJP ആയിരുന്നു നല്ലതെന്ന് തോന്നിയിട്ടുണ്ട്? ഇല്ല, നോക്കൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് രാഷ്ട്രീയം എന്തിനാണ്? രാഷ്ട്രീയമാണ് എന്താണ് നമ്മളുടെ വീക്ഷണം, ഒരു മെച്ചപ്പെട്ടൊരു സാമൂഹ്യത്തിനെ കൊണ്ടുവരാൻ, നമ്മളുടെ രാജ്യം എങ്ങനെ നമ്മൾ നന്നാക്കും, അതിന് വേണ്ടിയിട്ടാണ് ചില വിശ്വാസങ്ങൾ, ചില നിലപാട് ഉണ്ടാവേണ്ടത്. എനിക്ക് BJPയുടെ ചില തീരുമാനങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് ഈ വർഗീയതയും ഈ സമുദായ ആക്രമണങ്ങളും ആരോപണങ്ങളെ കുറിച്ച് എനിക്കത് സഹിക്കാൻ സാധിക്കില്ല. ലെഫ്റ്റിൻ്റെ ആക്രമണ രാഷ്ട്രീയവും അവരുടെ എക്കണോമിക്സ് അറിയില്ലായും അതിനെക്കുറിച്ച് എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. അപ്പം മൊത്തത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയവും ഒരു പുരോഗതിയും, അതുപോലെ തന്നെ എല്ലാവരെയും ഒന്നുപോലെ കാണുന്ന, എല്ലാ ജാതിയും മതം ഭാഷ നിറം സംസ്ഥാനം ഒരുപോലെ കാണുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഞാൻ കോൺഗ്രസിനെ കണ്ടത്. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ കൂടുതൽ സർക്കാർ ഭരണം പറഞ്ഞാൽ ബിസിനസ്സുകാർക്ക് ഓരോരു കാര്യത്തിൽ പെർമിഷൻ വേണ്ടിയിരുന്നു, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനെതിരെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ 91 ശേഷം ആ പ്രശ്നമില്ല. ബാക്കി എല്ലാറ്റിലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായ കാരണം എനിക്ക് ഈ 3 ടെൻഡൻസി നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് എൻ്റെ അഭിപ്രായത്തിൽ നാളെക്കുറിച്ച് ചിന്തിക്കുന്ന, നല്ല വിധത്തിൽ നമ്മുടെ ഭാവിയെ കാണുന്ന ഒരു പാർട്ടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. പക്ഷേ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ സമ്മതിച്ചു, ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ നല്ല മൂല്യങ്ങൾ, നല്ല വിശ്വാസങ്ങൾ, നല്ല ഐഡിയോളജി, നല്ല പോളിസി, നല്ല നയങ്ങളൊക്കെ ഉണ്ടാവണം. അതിൻ്റെ ഒപ്പം സംഘടന ശക്തിയും ഉണ്ടാവണം. ആ സംഘടന ശക്തിയെ കുറച്ചും കൂടി ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിച്ചത്. പക്ഷേ പാർട്ടിയുടെ ബേസിക് വിശ്വാസങ്ങൾ എൻ്റെയുമാണ്. അതുകൊണ്ടാണ് എനിക്ക് അവരൊപ്പം നിൽക്കാൻ താല്പര്യം തോന്നിയത്. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ചിലരൊക്കെ ആശങ്കപ്പെടുന്നു, അങ്ങേക്ക് തീർത്ത് പറയാൻ പറ്റും, അങ്ങ് BJP ആശയപരമായി പൂർണ്ണമായി എതിർക്കുന്നു, അങ്ങനൊരു ചിന്തയെ അങ്ങേക്ക് ഉണ്ടാവത്തില്ല എന്ന് പറയാൻ പറ്റുമല്ലേ? BJPയിലേക്ക് പലരെങ്കിലും പറയില്ല, BJPയിലേക്ക് പോകുമോ എന്ന്. കാരണം എല്ലാവരും BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നും പോയിക്കൊണ്ടിരിക്കുന്നില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് തോറ്റവർ മാത്രമേ പോയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല. നോക്കൂ, ഞാൻ മര്യാദയുള്ളൊരു ബന്ധങ്ങൾ സ്ഥാപിക്കാൻ തയ്യാറാണ് ഇവരെല്ലാവരും. എനിക്ക് ആക്ച്വലി പല BJP നേതാക്കളുടെ ഒപ്പം ഡീസൻറ്റ് പെരുമാറ്റവും ഡീസൻറ്റ് സംസാരവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
ചില വിഷയങ്ങളിൽ അവർ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം മിസ്റ്റർ ഗഡ്കരി നമ്മളുടെ ഹൈവേ കാര്യത്തിൽ 103 സ്ഥലത്ത് ഞാൻ പോയിട്ട് ജനങ്ങളുടെ ഓരോരോ തടസ്സം, ചില സമരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് റോഡ് വേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ഒരു ഇൻ്റർചേഞ്ച് വേണം, ഒരു ഓവർ പാസ് വേണം, ഒരു അണ്ടർ പാസ് വേണം. അതിനൊക്കെ കണ്ട് അവരെ ആശ്വാസം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഇതെല്ലാം പരിഹാരം കണ്ടുപിടിച്ച് പിന്നെ ഗഡ്കരിയെ പോയി കണ്ടിട്ട് ഇതിന് ഞങ്ങൾക്ക് അപ്രൂവ് ചെയ്ത് തന്നെ വന്നിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് ഞാൻ അക്നോളജ് ചെയ്തിരുന്നിട്ടില്ല. ഞാൻ ഒരിക്കലും പറയില്ല അത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. ആര് ഹൈവേ മന്ത്രി ആയാലും അദ്ദേഹത്തിന് സഹകരണമില്ലെങ്കിൽ ഇത് റോഡ് പൂർത്തിയായിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ സമ്മതിച്ചു. ഞാൻ ആരംഭിച്ചു, അതിനെ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സഹകരണമില്ല. പക്ഷേ ഞാനാണ് ഓരോരോ സ്റ്റേജിൽ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഓരോരു കാര്യത്തിൽ ജയശങ്കർ വിദേശകാര്യമന്ത്രി എൻ്റെ ഒരു സുഹൃത്താണ്. നിർമ്മല സീതാരാമൻ ഒരു കാലത്തിൽ ഒരു വാക്താവായിരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്തായിരുന്നു. ഇപ്പോൾ ഒരു മന്ത്രിയായി മാറി. പക്ഷെ എന്നാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ്റെ എതിരെ പ്രകടനം ചെയ്യാൻ വന്ന നിർമ്മല സീതാരാമൻ തലയിൽ പരിക്ക് പറ്റിയപ്പോൾ അവർ ആസ്പത്രി വന്നിട്ട് കണ്ടത് നിർമ്മല എന്നെ വന്ന് കണ്ടു എയർപോർട്ടിൽ പോകണ മുമ്പ്. ഇതൊക്കെ ആ മനുഷ്യബന്ധം ഞാൻ എപ്പോഴും ഞാൻ അത് എന്താ പറയുക, അംഗീകരിക്കും, വിലവയ്ക്കും. അങ്ങനെയുള്ളത് എപ്പോഴും ഉണ്ടാവണമെന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ഒപ്പം ചില കാര്യത്തിൽ കോവിഡ് സംഭവിച്ചപ്പോൾ നമ്മളുടെ മലയാളി നാട്ടുകാരെ ഓരോ സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് 2 മന്ത്രിമാരെ ആവശ്യമുണ്ടായിരുന്നു. ജയശങ്കറും ആ കാലത്ത് സിവിൽ ഏവിയേഷൻ മന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയും. 2 പേരും എനിക്ക് യൂണിവേഴ്സിറ്റി കാലം മുതൽക്കറിയാം. ഹർദീപ് സിംഗ് പുരി എൻ്റെ സീനിയറായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ. അദ്ദേഹം നമ്മൾ സ്വാധീനം ചെയ്ത് നമ്മൾക്ക് എത്ര ആൾക്കാരെ രക്ഷപ്പെടാൻ സാധിച്ചു, എത്ര പെർമിഷൻ മേടിക്കാൻ സാധിച്ചു, എത്ര ഫ്ലൈറ്റ്സുകൾ കൊണ്ടുവരാൻ സാധിച്ചു. അപ്പോൾ ഇതെല്ലാം ഒരു സർക്കാർ ഭരണം വന്നു കഴിഞ്ഞാൽ അവരിപ്പം സഹകരിക്കുന്നൊരു സംശയവുമില്ല. നാളെ ഞങ്ങളുടെ ഭരണം വന്നു കഴിഞ്ഞാൽ BJP പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ഞാൻ അതേപോലെ സഹകരിക്കും ആവശ്യങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ എല്ലാവരെയും പ്രതിനിധിയാണ്. ഒരു സർക്കാർ ഉണ്ടാക്കിയാൽ എല്ലാവരെയും സർക്കാരാണ്. അങ്ങനെ ചെയ്യണം. അതാണ് എൻ്റെ ജനാധിപത്യ വിശ്വാസം. ഇനി നമ്മൾ ജനാധിപത്യ രീതിയിൽ തന്നെ മാറിപ്പോയത് വേറെ ആയിരിക്കും. ഞാൻ വിദേശകാര്യ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പിന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ എന്നെ ആ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി സർക്കാർ. നേരെ മറിച്ച് അതിന് മുമ്പ് കമ്മിറ്റി സ്ഥാപിക്കുന്ന മുതൽ എപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു കമ്മിറ്റി ചെയർമാൻ. BJP ആദ്യം എടുത്തിട്ട് BJP കൊടുത്തു. അതുപോലെ തന്നെ IT കമ്മിറ്റിയിലാക്കി. പിന്നെയാണ് ഈ പല വിവാദങ്ങൾ വരുന്നത്, സ്പൈയിങ്ങും ടെലികോംസും പിന്നെ ഓരോരോ IT റൂൾസും അതൊക്കെ. അപ്പോൾ ഞാൻ ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ആ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി. അതെല്ലാം ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ BJPയുടെ പെരുമാറ്റത്തിൽ ഒരു മെച്ചപ്പെടുത്തൽ വന്നാൽ അവർക്ക് നമ്മുടെ നിന്ന് കൂടുതൽ സഹകരണം കിട്ടാം. കോൺഗ്രസ് എപ്പോൾ ഒരു ചൊല്ലുണ്ടായിരുന്നു, പാർലമെൻ്ററി അഫയേഴ്സ് മിനിസ്റ്ററിൻ്റെ സ്ഥലം കൂടുതൽ പ്രതിപക്ഷ ബെഞ്ചിലാണ്. നമ്മുടെ പോലെ അവരെ പോയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത BJPക്ക് ഇല്ല. മൻമോഹൻ സിംഗിനോട് എപ്പോഴും പറയും, ആ US ന്യൂക്ലിയർ ഡീൽ നെഗോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എത്ര തവണയാണ് അദ്വാനിയും പിന്നെ സുഷമ സ്വരാജിയും ജെയ്റ്റ്ലിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണത്തെ വിളിച്ചത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. ഞങ്ങളുടെ അനുഭവത്തിൽ നരേന്ദ്രമോദി മറ്റവരൊന്നും ഇങ്ങനെ സീരിയസ് ചർച്ച ചെയ്യാൻ വലിയൊരു കാണിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ വലിയൊരു ഇതിന് വിളിച്ചെന്ന് പറയാൻ ഒഴിച്ചിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാനും അവർ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും അവർക്ക് സഹകരിക്കാനും ഒരു കോമൺ ഗ്രൗണ്ട് സ്ഥാപിക്കാനും അങ്ങനെ ഒരു ജനാധിപത്യം നയിക്കാൻ അവർക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെയാണ് ഞാൻ BJPയെതിരെ പറയാൻ തോന്നുന്നത്. അവർ നല്ലപോലെ സഹകരിക്കാൻ തയ്യാറാക്കുമ്പോൾ നമ്മളുടെ സൈഡിൽ നിന്നും ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവണം. പക്ഷേ അവസാനത്തിൽ ഇല്ല, BJPക്ക് ഞാൻ മാറില്ല. എന്ത് പറ്റിയാലും ആ മാർഗം എനിക്ക് ഉണ്ടാവില്ല. അത് ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല നമ്മൾ കേൾക്കുന്ന എല്ലാ മലയാളികൾക്കും പറയുന്നു. അതിനെക്കുറിച്ച് ചിന്ത വേണ്ട. ഒരു പേഴ്സണൽ കാര്യമാണ്, അങ്ങയുടെ പേരിനെ കുറിച്ച് ഞാൻ അടുത്ത കാലത്ത് അങ്ങ് ഇവിടെ വെളിപ്പെടുത്തുന്നു. അതൊന്ന് കേൾക്കാൻ കൗതുകമുണ്ടായിരിക്കും. എങ്ങനെയാണ് അങ്ങയുടെ പേര് ഇതായിരുന്നില്ല, ശശി തരൂർ? അല്ല, ഞാൻ ജനിച്ചു മുതൽക്കേ ശശി തരൂരിനെയാണ്. പക്ഷേ ഞാൻ പറയണത് എൻ്റെ അച്ഛൻ ചന്ദ്രസേനൻ നായർ, തരൂർ ചന്ദ്രശേഖരൻ നായർ. തരൂർ അച്ഛൻ്റെ അമ്മയുടെ വീട്ടുപേരാണ്. അപ്പോൾ പിന്നെ മഹാത്മാഗാന്ധിയുടെ സ്വാധീനം കൊണ്ട് അദ്ദേഹം ജാതി പേര് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് വിക്ടോറിയ കോളേജ് പാലക്കാട് പഠിക്കുമ്പോൾ TN ശേഷൻ്റെ ഒക്കെ കാലത്തായിരുന്നു അദ്ദേഹം ആ നായരെ വിട്ടിട്ട് വെറും തരൂർ ചന്ദ്രനും ചന്ദ്രശേഖരനും കൂടി കുറച്ച് ദീർഘമായ തരൂർ ചന്ദ്രനായി. പിന്നെ അവർ ജ്യേഷ്ഠൻ ഇംഗ്ലണ്ട് ജോലി എടുക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തോട് എൻ്റെ അച്ഛനും അച്ഛൻ്റെ താഴെ 2 ഇളയ സഹോദരന്മാരും കൂടി ഇംഗ്ലണ്ടിൽ പോയി അവിടെ പിന്നെ പഠിക്കാനും അത് കഴിഞ്ഞിട്ട് പ്രവർത്തിക്കാനും. അപ്പോൾ പോയപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ ശേഷം എല്ലാം റേഷനിങ്ങിലായിരുന്നു. റേഷനിങ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു പത്രം മേടിക്കാനോ ഒരു ഷൂസ് മേടിക്കാനോ ഒരു പിന്നെ ബ്രെഡ് മേടിക്കാനോ റേഷൻ കാർഡ് ഫില്ല് ചെയ്യണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഓരോരോ മണിക്കൂർ ലൈനിൽ നിന്നിട്ട് അവിടെ കൗണ്ടറിൽ എത്തുമ്പോൾ നമ്മൾ ഫോം റിജക്റ്റ് ചെയ്യും. എന്താ കാരണം? ഒരു ഫോമിൽ ഒരു കുടുംബം മാത്രമേ പാടുള്ളൂ. നിങ്ങൾ ഒരു കുടുംബമാണ്, 3 സഹോദരന്മാരാണ്, എന്താ നിങ്ങൾ വേറെ അച്ഛന്മാരാണെന്ന് ചോദിച്ചത്. കാരണം ആ സേർനെയിമിൻ്റെ കോൺസെപ്റ്റ് അത്യാവശ്യമാണ് ഇംഗ്ലണ്ടിൽ. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഈ 3 പേരും നോട്ടറി പബ്ലിക്കിൽ പോയി അവർ പേരിന് റിവേഴ്സ് ചെയ്തു അവിടെ. അപ്പോൾ തരൂർ ഇംഗ്ലണ്ടിൽ. അപ്പോൾ തരൂർ പോയി സേർനെയിമായി ആദ്യത്തെ തവണ.
ഇതുവരെ ഒരു നായർ വീട്ടുപേര് മാത്രമേ ആയിരുന്നുള്ളൂ. ഇപ്പോൾ സഡൻലി അതൊരു സേർനെയിമാണ്. അപ്പോൾ അച്ഛൻ ചന്ദ്രൻ തരൂറായി. പിന്നെ അച്ഛൻ തിരിച്ചു പോയി എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചപ്പോൾ അമ്മ മിസ്സസ് തരൂറായി ഇംഗ്ലണ്ടിൽ. ഓക്കെ. മകൻ ജനിക്കുമ്പോൾ തരൂർ സേനയിൽ ശശി തരൂറായി. ഓക്കെ. അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബം. അങ്ങയുടെ വേറെന്തോ പേരായിരുന്നു പറയുന്നു? ശശി കൃഷ്ണ തയ്യുണ്ണി തരൂറായിരുന്നു. കൃഷ്ണനുണ്ണി അല്ല, ശശി. 4 പേരാ ശശി. അത് ഞാൻ ജനിച്ചത് മഹാശിവരാത്രി ദിനമാണ്. അപ്പോൾ ശശി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പേരും ചന്ദ്രശേഖരാണ്. ഒരേ കാലമാണ്. ഈ ശശി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഈ ചന്ദ്രത്തിൻ്റെ ഈ ശേഖരമാണ് പിന്നെ ശശി. അപ്പോൾ അച്ഛൻ്റെ പേര് എനിക്ക് തന്നു ശശി. പിന്നെ അമ്മ ഭയങ്കര ഗുരുവായൂരപ്പ വിശ്വാസിയാണ്. കൃഷ്ണനെ ഒരു ചെറുപ്പത്തിൽ കുട്ടിക്കാലത്തെ സങ്കല്പം കണ്ട ഒരു അമ്മയായിട്ട് അമ്മയ്ക്ക് കൃഷ്ണ എന്ന് വെക്കണം നിർബന്ധമാണ്. ഇപ്പോൾ രണ്ടാമത്തെ പേര് കൃഷ്ണ. അമ്മയുടെ അച്ഛൻ്റെ പേര് തെയ്യുണ്ണി. ഇതൊരു പഴയ പേരാണ്, ഇപ്പോൾ ആരും ഉപയോഗിക്കാത്തൊരു പേരാണ്. തെയ്യുണ്ണിയും വെച്ചു. ബിക്കോസ് അമ്മയുടെ അച്ഛനെ എങ്ങനെയും നമ്മൾ പേരിൽ കൊണ്ടുപോകും. പിന്നെ തരൂർ. ഞാൻ ആ 4 പേര് വെച്ചിട്ടാണ് ഒരു ഹൈസ്കൂൾ വരെ എത്തിയത്. പിന്നെ സ്കൂൾ പരീക്ഷ എഴുതുമ്പോൾ എല്ലാവരും എനിക്ക് ഉപദേശം തന്നു, ഈ നിങ്ങളുടെ സ്കൂൾ ലീവിങ് ഫോമിൽ ഇത് ഫില്ല് ചെയ്താൽ ജീവിതം മുഴുവൻ ഇതിനെ പാസ്പോർട്ട് അടക്കം എല്ലാം എഴുതേണ്ടി വരും, നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്താ വേണ്ടത്. അപ്പം ഞാൻ നല്ലോണം ചിന്തിച്ചിട്ട് ശശി തരൂർ മതി. എനിക്ക് ആക്ച്വലി ശശി എന്ന് പറഞ്ഞ പേര് അത്ര ഇഷ്ടമായിരുന്നില്ല. കാരണം ഈ നോർത്ത് ഇന്ത്യയിലും പല ഭാഗത്തിലും പല പെണ്ണുങ്ങൾക്കും ഒരു ആ പേരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കൃഷ്ണ ആണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ എനിക്കൊരു അമ്മാമ്മ ഒരു വലിയ ഒരു ഇളയച്ചൻ ഉണ്ടായിരുന്നു, കൃഷ്ണ തരൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കൃഷ്ണ തരൂർ ആവാൻ സാധ്യമില്ല. അപ്പോൾ ഞാൻ ശശി തരൂരിനെ എടുത്തു. അങ്ങനെയായിട്ടാണ് ഞാൻ ശശി തരൂറായി മാറി വന്നത്. ഇപ്പോൾ ഓഫ് കോഴ്സ് അത് ജനങ്ങളുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അങ്ങനെ തന്നെ ചിലർ ഒരു വാക്കായിട്ട് എഴുതുന്നുണ്ട് ശശി തരൂരിൻ്റെ ഒരു വാക്കായിട്ട്. വളരെ സന്തോഷം. എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. ഒരു അപേക്ഷ മാത്രം ബാക്കിയുള്ളൂ. ഈ തെരഞ്ഞെടുപ്പിനെ അങ്ങ് നേരിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോയാലും കേരളത്തെ ഉപേക്ഷിക്കരുത്. അടുത്ത 26-ൽ ഈ പിണറായിയുടെ ദുർഭരണം അവസാനിക്കാൻ ഞങ്ങളുടെ ഏക പ്രതീക്ഷ അങ്ങ് മുമ്പിൽ നിൽക്കണമെന്ന്. അല്ലെങ്കിൽ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. ദയവായി അപേക്ഷ കൂടി സ്വീകരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. 24 കഴിയട്ടെ. പക്ഷേ 26-നെ കുറിച്ച് ഉറപ്പായിട്ട് ചിന്തിക്കും. താങ്ക് യു ഷാജൻ. ഞാനും നിങ്ങളുടെ ഷോ കണ്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.